പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അവരുടെ പഠന മേഖലയ്ക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഈ പരീക്ഷാ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും ലോകമെമ്പാടുമായി വലിയ കഠിനാധ്വാനത്തിലും ഭയത്തിലും വ്യഗ്രതയിലും ആകുലതയിലും എല്ലാമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-2 വചനങ്ങൾ. കർത്താവേ, അങ്ങ് വചനത്താൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ജ്ഞാനത്താൽ അവന് രൂപം നൽകി. ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം. കർത്താവേ, അങ്ങ് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെയും അങ്ങയുടെ ജ്ഞാനത്തെയും അയച്ചു നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും? ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വചനം. ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ ആത്മാവാണ് ജ്ഞാനം നൽകുന്നത്. ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയ പരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകലരുടെയും, സകല കുഞ്ഞുങ്ങളുടെയും, സകല വിദ്യാർത്ഥികളുടെയും, അവരുടെ കുടുംബങ്ങളുടെയും എല്ലാം മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അഭിഷേകം പെയ്തിറങ്ങുവാൻ വേണ്ടി നാം ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. കരങ്ങളടിച്ച് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവശക്തി ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവിക ജ്ഞാനം സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, പാടി ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ. ആമേൻ. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ശക്തിയായി പോലെ പെയ്തിറങ്ങി വാ. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന നമ്മുടെ മക്കളെ, പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കർത്താവിൻ്റെ അത്ഭുത ജ്ഞാന അഭിഷേകത്തിനായി സമർപ്പിക്കുന്നു. തളർന്നു പോയവരെ, മടുത്തു പോയവരെ, പരാജയപ്പെട്ടു പോയവരെ, പിൻവാങ്ങിപ്പോയവരെ കർത്താവേ ശക്തീകരിക്കുന്ന അങ്ങയുടെ ആത്മാവാൽ ഈ നിമിഷങ്ങളിൽ തീ പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ. കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. പരിശുദ്ധാത്മാവേ, കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എൻ്റെ ഉള്ളിൽ വാ. കരങ്ങൾ ഉയർത്തി അടിച്ച് പോലെ പെയ്തിറങ്ങി വാ, കരങ്ങൾ ഉയർത്തി പോലെ പെയ്തിറങ്ങി വാ, ചേർന്ന് പാടി പോലെ പെയ്തിറങ്ങി വാ, ആത്മാവേ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, കരങ്ങൾ ഉയർത്തി അടിച്ച് ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ. ആമേൻ, ആമേൻ. ആത്മനദിയായൊഴുകി എന്നിൽ നിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ നിന്നു വാ,
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കർത്താവിന്റെ കരുണയാൽ അവിടുത്തെ അഭിഷേകവും അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ ശക്തിയും സ്വീകരിച്ച് അത്ഭുതകരമായ അനുഗ്രഹ ജീവിതത്തിലേക്ക് ഈ ദേശത്തെ, ഈ ലോകത്തെ ഭരിക്കുവാൻ കരുത്തും ശക്തിയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിധത്തിൽ വിടുതൽ നേടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധി, ജ്ഞാനം, വിവേകം, അറിവ്, ആത്മശക്തി, ഗ്രഹണശേഷി എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിറയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ജ്ഞാനത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് പരമേൽപ്പിക്കുകയാണ്. തളർന്നു പോയ കുഞ്ഞുങ്ങളെല്ലാം ശക്തി പ്രാപിക്കണം. മടുത്തു പോയവരെല്ലാം ഇനി മുതൽ വീണ്ടും ഊർജ്ജസ്വലരായി തങ്ങളുടെ അധ്വാനത്തിൽ മുന്നേറണം. വിജയകരമായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വഴിതെറ്റാതെ എത്തിച്ചേരുവാൻ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കരങ്ങളാൽ നയിക്കപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, സ്കൂളിലും കോളേജിലും വിവിധ ടെക്നിക്കൽ കോഴ്സുകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുടെ, കൃപയുടെ അഭിഷേകം ആ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഒരു മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ കണ്ണുനീരോടെ നിൽക്കുന്നു, ആരെല്ലാം വലിയ വേദനയോടുകൂടി എനിക്ക് ഈ കാര്യം പൂർത്തിയാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നെടുവീർപ്പിട്ട് കരയുന്നു, എത്രയോ പേർ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് ഞങ്ങൾക്ക് ഈ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്നോർത്ത് ചങ്കത്തടിച്ച് കരയുന്നു, എത്രയോ പേരുടെ തലയിണകൾ കർത്താവെ കണ്ണുനീര് കൊണ്ട് നനയുന്നു. അവരെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകത്തിന്റെ കാറ്റ് അവരുടെ മേൽ അയക്കണമേ കർത്താവേ. അറിവില്ലാത്തവനെ ജ്ഞാനിയാക്കുന്ന അഭിഷേകം അവരുടെ മേൽ അയക്കണമേ കർത്താവേ. സകല അധ്വാനങ്ങളെയും വിജയമാക്കി മാറ്റുന്ന പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ഇപ്പോൾ തീമഴ പോലെ പെയ്തിറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്വർഗത്തിലെ പിതാവേ, ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ വചനം പ്രാർത്ഥനയായി ഞങ്ങളും ഇപ്പോൾ തിരുമുമ്പിലേക്ക് വെക്കുകയാണ്. കർത്താവേ, അങ്ങ് സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും അയച്ചു തന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അങ്ങയുടെ ഹിതം അറിയാതെ പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം പാഴായി പോകുമല്ലോ. അപ്പാ, അങ്ങയുടെ ഹിതമറിയാതെ പ്രവർത്തിച്ചാൽ, അധ്വാനിച്ചാൽ അവയൊന്നും ഫലദായകമാകാതെ ഞങ്ങൾ മടുത്തു പോകുമല്ലോ. അപ്പാ, ആകയാൽ അങ്ങയുടെ കരുണ ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കുപ്പിപ്പിടിച്ച് ശക്തിയോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥത വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും വലിയ ദാഹത്തോടുകൂടി ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ പരീക്ഷയെ നേരിടുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഗ്രഹിക്കുവാൻ, മനസ്സിൽ നിർത്തുവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഫലദായകമായ വിധം അത് പൂർത്തിയാക്കുവാൻ, പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഉന്നത വിജയം നേടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മക്കളുടെ മേൽ ഇപ്പോൾ പറന്നിറങ്ങണമേ. പഠിക്കാൻ സാധിക്കാത്ത ഏകാഗ്രതയോടെ തങ്ങളുടെ ശുശ്രൂഷകളിൽ മുന്നേറുവാൻ സാധിക്കാത്ത ഭയം മൂലവും ആകുലത മൂലവും ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന
ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ശക്തീകരിക്കുന്ന ജ്ഞാനത്തിന്റെ അഭിഷേകം ഇപ്പോൾ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയത്ത് കരങ്ങൾ കുപ്പിപ്പിടിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള മക്കളെല്ലാം ഈ നിമിഷങ്ങളിൽ പേരായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഇപ്പോൾ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും പേരായി നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. നമ്മുടെ അടുത്തുള്ള സ്കൂളുകൾ, ഒരുപക്ഷെ നമുക്കറിയാവുന്ന പഠനത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ അവരെ ആ പഠനത്തിൻ്റെ മേഖലയിൽ ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കർത്തവ്യം ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതായി പിശാച് അവരുടെ മേലിട്ടിരിക്കുന്ന നുകങ്ങൾ തകർക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം അവരുടെ മേലിട്ടിരിക്കുന്ന തെറ്റായ ധാരണകൾ, തെറ്റായ ആഗ്രഹങ്ങൾ, പ്രലോഭനങ്ങൾ തകർന്നു പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കരുണയുള്ള കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് സാധിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. അല്പം ത്യാഗം സഹിച്ച് 2 കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ചുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റുചൊല്ലി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ മേലും, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ മേലും കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. പഠനത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കാത്ത എല്ലാ മക്കളുടെ മേലും, പഠനത്തിൽ മുന്നോട്ട് പോകാൻ, പഠനത്തിൽ പരാജയം നേരിടുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവേ കരുണയായിരിക്കണമേ. രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ട് തങ്ങളുടെ പഠനത്തിൽ നിന്ന് അകന്നു പോയവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിക്കുവാൻ സാധിക്കാതെ നിരാശരായിരിക്കുന്നവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. വലിയ കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടും തങ്ങൾക്ക് ഈ കാര്യം പൂർത്തിയാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് പലതരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് കടന്നുപോയവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയിൽപ്പെട്ട് പഠനം നഷ്ടപ്പെടുത്തിയവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. ഒരു ചെറിയ തെറ്റ് പറ്റിയതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ട് നിരാശരാക്കപ്പെട്ടവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. തെറ്റായ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് യോജിച്ച പഠന മേഖല തെരഞ്ഞെടുക്കാൻ പറ്റാത്തവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. വളരെയേറെ അധ്വാനിച്ച് പഠിച്ചിട്ടും പരീക്ഷയിൽ ചെല്ലുമ്പോൾ ഒന്നും വേണ്ട രീതിയിൽ ഓർക്കാതെ പരീക്ഷയിൽ വലിയ പരാജയം നേരിടുന്നവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. വേണ്ട രീതിയിൽ പഠിച്ചുയർന്നിട്ടും ആവശ്യമായ ഒരു ജീവിതാന്തസ്സിലേക്കോ ജോലി മേഖലകളിലേക്കോ പ്രവേശിക്കാൻ സാധിക്കാത്തവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. മറ്റെന്തെങ്കിലും ചിന്തകളുടെ പേരിൽ, പണത്തിന്റെയോ ഭാവി ജോലിയുടെയോ മഹത്വത്തിന്റെയോ പേരിൽ തങ്ങളുടെ കഴിവുകൾക്ക് ചേരാത്ത വിദ്യാഭ്യാസ മേഖല തെരഞ്ഞെടുത്ത് പരാജയപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി വലിയ ശബ്ദത്തിൽ നിലവിളിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് കരുണയ്ക്കായി പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. വലിയ പാപങ്ങളിലും അടിമത്തങ്ങളിലും പെട്ടുകൊണ്ട് തങ്ങളുടെ പഠനത്തെ നഷ്ടപ്പെടുത്തി നിരാശരായിരിക്കുന്ന മക്കളെയെല്ലാം ഇന്ന് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് അവിടുന്ന് പുനർജീവിപ്പിക്കണമേ, പുതിയൊരു ജീവൻ നൽകണമേ, പഠന മേഖലയിൽ പുതിയൊരു അഭിഷേകവും പുതിയൊരു ഉയർച്ചയും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പഠിക്കുവാൻ കഴിവും താല്പര്യവും ഉണ്ടായിട്ടും വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മോശമായത് മൂലം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അയൽവാസികളുടെയും ഒരുപക്ഷെ തെറ്റായ പ്രവർത്തനങ്ങൾ മൂലം, അക്രമ സ്വഭാവം മൂലം പഠിക്കാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ച് അവരുടെ മുമ്പിൽ ഒരു പുതിയ പാത, അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ പാത തുറക്കണമേ എന്ന് കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ.
എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും വേണ്ട രീതിയിലുള്ള ഒരു റിസൾട്ട്, ഒരു നല്ല പ്രതിഫലം ലഭിക്കാതെ നിരാശപ്പെടുന്ന മക്കൾ, പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഭയം, കൈയുടെ വിറയൽ, വിയർപ്പ്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ, മറ്റു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, മാനസികമായ വലിയ സ്ട്രെസ്, ടെൻഷൻ എല്ലാമായി കർത്താവെ നന്നായി പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുന്ന പരീക്ഷാ ഭയമുള്ള മക്കളെ സമർപ്പിച്ച് സൗഖ്യത്തിനു വേണ്ടി കരുണയായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. പഠിപ്പിക്കുന്ന അധ്യാപകരോട്, ഒപ്പം വസിക്കുന്ന സഹപാഠികളോട്, ആ യാത്ര ചെയ്യുമ്പോൾ അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോടെല്ലാം സമാധാനത്തോടെ ഐക്യത്തോടെ വസിക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ഒരുപക്ഷെ തിന്മയുടെ ദുഷിച്ച സ്വാധീനങ്ങൾ മൂലം വെറുപ്പോടും ഭയത്തോടും കൂടെ ജീവിക്കുന്ന മക്കള് പഠനത്തിൽ മുൻപോട്ട് പോകാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെല്ലാം സഹായിക്കാൻ അവിടുന്ന് കരുണയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കൾ നേരിടുന്ന പഠന തടസ്സങ്ങൾ, പഠന വൈകല്യങ്ങൾ, ഒരുപക്ഷെ കൂട്ടുകാരിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള തിന്മയുടേതായ വൈകൃതങ്ങൾ, പഠനത്തെ തടസ്സപ്പെടുത്തുന്ന, മനസ്സിനെ വ്യഥപ്പെടുത്തുന്ന പലതരത്തിലുള്ള ആകുലതകളും ആസക്തികളും എല്ലാം കർത്താവിൻ്റെ അത്ഭുത കരുണയാൽ വിട്ടുപോകണം. സ്വർഗത്തിൻ്റെ അഗ്നി അവരുടെ ബുദ്ധിയെ, മനസ്സിനെ, ആത്മാവിനെ ഈ നിമിഷത്തിൽ വിശുദ്ധീകരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ കരുണയുണ്ടാകണമേ, മക്കളുടെ മേൽ കരുണ വർഷിക്കണമേ. അവിടുത്തെ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഏത് വളർന്നു ഈശോയെ കുഞ്ഞുമക്കളുടെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മത ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മത ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് സമൂഹത്തിൽ നിന്ന് 2-3 പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് മേഖലയിൽ അനുഗ്രഹവും കൃപയും അഭിഷേകവും നിറയുവാൻ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന മേഖലകളൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൂഹം ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് മറുപടിയായി ചൊല്ലുന്നു. കരുണയുള്ള കർത്താവെ, പഠനത്തിൻ്റെ മേഖലയിൽ കുടുംബത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ പിന്തുണ കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയേണമേ, സ്വർലോകദാനങ്ങൾ നൽകിയിടണേ. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, പഠിക്കുന്ന മക്കൾക്ക് ഓർമ്മശക്തി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കൾ, ബുദ്ധിക്ക് കുറവുള്ളവർ, പഠിക്കുന്ന വചനങ്ങളൊന്നും ഓർമ്മ നിൽക്കാതെ പരീക്ഷ എഴുതുമ്പോൾ തടന്നു പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം സ്നേഹത്തോടെ അങ്ങ് കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായ മേഖലകളിൽ, ആവശ്യമായ ഇടങ്ങളിലും സംരക്ഷണവും അഭിഷേകവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയേണമേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. ഞങ്ങളുടെ ഏറ്റവും നല്ല ഈശോയെ, കുടുംബത്തിലെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ വേദനിച്ച് പ്രയാസപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങനെയുള്ള ഓരോ മക്കളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഓരോ മക്കളുടെ ഹൃദയങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുവാനുള്ള കൃപ നൽകി അങ്ങനെയുള്ള ഓരോ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയേണമേ, സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കാരുണ്യവാനായ ഈശോയെ, എല്ലാ വിദ്യാർത്ഥികളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകമാസകലമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സമർപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾ മക്കളുടെ പഠിപ്പിൻ്റെ കാര്യത്തെപ്പറ്റി ടെൻഷൻ അടിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ നീ കാണണമേ. അവർക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവും വരവും നീ കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാവരും ശക്തി പ്രാപിക്കുമെന്നുള്ള നിൻ്റെ വചനം എല്ലാ മക്കളിലും ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നീ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുക്കണമേ.
പഠിക്കുവാനുള്ള ബുദ്ധിയും ബോധവും ഓർമ്മശക്തിയും എല്ലാ കഴിവുകളും നീ അവർക്ക് കൊടുക്കണമേ. പഠിച്ചത് ഓർമ്മയില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. അവർക്ക് തക്ക സമയത്ത് പരീക്ഷ എഴുതുവാൻ സാധിക്കാതെ പരിഭ്രമിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും നീ കാത്തുകൊള്ളണമേ. നീ അവരെ നയിക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രാർത്ഥന കേട്ടു കനിയേണമേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവിൻ്റെ അത്ഭുത കരത്തിന് കീഴിലേക്ക് വെച്ചുകൊണ്ട് പൗരോഹിത്യ ആശീർവാദത്തിന് വേണ്ടി നാം നമ്മളെ തന്നെ ഒരുക്കുകയാണ്. അറിവ് ലഭിക്കാത്തവൻ, ജ്ഞാനം ലഭിക്കാത്തവൻ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 51-23 കർത്താവിൻ്റെ വിദ്യാലയത്തിലേക്ക് സകല മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സഭയുടെ പ്രാർത്ഥനയും ആശീർവാദവും സ്വീകരിക്കാം. ത്രിയേക ദൈവമേ, കരുണയുള്ള കർത്താവേ, സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ഞങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണയായിരിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ഏറ്റവും പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ അവരെ നിറയ്ക്കണമേ. ജ്ഞാനവും ബുദ്ധിയും വിവേകവും ആത്മശക്തിയും നൽകി അവരെ ഓരോരുത്തരെയും ധന്യരാക്കണമേ. കുഞ്ഞുങ്ങൾ എൻ്റെ പക്കൽ വരട്ടെ എന്നരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ മക്കളെയെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവെ, അവിടുത്തെ ആത്മാവിനെ വർഷിച്ച് അവരെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെളിപ്പെടുത്തിയ കർത്താവെ, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളുടെ കുട്ടികളെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് കാണണമേ. അവരുടെ ജീവിതങ്ങളിലേക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവരനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും അവരുടെ ദുഃഖങ്ങളിലേക്കും നിരാശകളിലേക്കും അവരുടെ ഭയങ്ങളിലേക്കും എല്ലാം കർത്താവേ, അവിടുത്തെ ആത്മാവിനെ വർഷിച്ച് അവിടുന്ന് അവരെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും അവരെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ വിദ്യാലയങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ വിദ്യാലയങ്ങളെയും, എല്ലാ കുട്ടികളെയും, അധ്യാപകരെയും, കുട്ടികളെ പരിശീലിപ്പിക്കുന്ന എല്ലാവരെയും, കുട്ടികളുടെ മാതാപിതാക്കളെയും, അവർ വളരുന്ന ജീവിത സാഹചര്യങ്ങളെയും എല്ലാം തിരുമുമ്പിൽ ഞങ്ങൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ കരുണയുടെ സ്പർശം നൽകി ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ സൽഗുണസമ്പന്നരായി സഭയ്ക്കും നാടിനും അതുപോലെ ഞങ്ങളുടെ രാഷ്ട്രത്തിനുമെല്ലാം ഉപകാരമുള്ള, നന്മ ചെയ്യുന്ന, സ്നേഹമുള്ള, അവിടുത്തെ വലിയ സ്നേഹവും കരുണയും പ്രകാശിപ്പിക്കുന്ന മക്കളായി വളർന്നു വരുവാനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നമുക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിപ്പിടിച്ച് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.